ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് അധികം പണികളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് എൻ്റെ റൂമൊന്ന് വൃത്തിയാക്കണം. ആകെ മൊത്തം അലങ്കോലമായിട്ട് കിടക്കുകയാണ്. ആകെ ഡ്രസ്സ് അവിടെ ഇവിടെ ഇതിൻ്റെ വക ഇവിടെ റൂമിൽ പിച്ച് ചെയ്തിട്ടുള്ളതും മൊത്തം കുളമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. കുറേ ഡ്രസ്സുകൾ ഇപ്പോൾ ഉണ്ട്. എനിക്ക് വരുമ്പോൾ ഞാൻ കുറച്ച് ഡ്രസ്സ് കൊണ്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എന്തോ ഡ്രസ്സുള്ളതായി. അപ്പോൾ അതൊക്കെ ഒന്ന് വേറെ ബാഗിലേക്ക് മാറ്റണം. വീട്ടിലിടുന്ന അല്ലെങ്കിൽ ഡെയിലി കോളേജ് അങ്ങനെയൊക്കെ ഇടുന്ന ഡ്രസ്സ് വേറെ മാറ്റിയിടണം. അല്ലാതെ ഇടാത്ത കുറച്ച് നല്ല ഡ്രസ്സുകൾ അത് വേറെ ബാഗിലേക്ക് ആക്കണം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നമ്മുടെ റൂമാ മൊത്തം കൊലമ. അപ്പോൾ അതാണ് ഇന്നത്തെ മെയിൻ പരിപാടി. പിന്നെ അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഞാൻ നേരെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് തന്നെ ഒരു 10 മണി 10:30 ഒക്കെ ആകുമ്പോഴാണ്. ഇപ്പോൾ ഒരു 12:15 ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് റൂമൊക്കെ ഒന്ന് ശരിയാക്കാം. കൂടെ ഫേസ് പാക്ക് ഇടണം, ഹെയർ വാഷ് ചെയ്യണം. നല്ല വേണം, ഡ്രൈ സ്കിന്ന് ആയിട്ടുണ്ട്. മീൻസ് താരം പോലെ ഇങ്ങനെ ഡ്രൈ സ്കിന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക തല നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കഴുകി നീറ്റാക്കണം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഇത്. അപ്പോൾ നമുക്ക് വരും റൂം ക്ലീൻ ആക്കാം. സോ ഫസ്റ്റ് നമ്മുടെ മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി പണിയിലോട്ട് തുടങ്ങാം. ഹെയർ വാഷ് ചെയ്യേണ്ടതാണെന്ന് ഇവിടെ ഞാൻ കണ്ടുവരുന്നതാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവരുടെ തലയും ഭയങ്കരമായിട്ട് ഡ്രൈനെസ്, താരം പോലെ ഒരു ഡ്രൈനെസ്സാണ്. അപ്പം എന്താണാവോ അതെല്ലാവരുടെ തലയിലും ഞാൻ കാണുന്നുണ്ട്. പക്ഷെ എൻ്റെ നാട്ടിലാകുമ്പോൾ താരമുണ്ട്, പക്ഷെ അത് അത്ര ഹെവി താരമൊന്നുമല്ല. ഇമ്മാതിരി താരനൊക്കെ ഇവിടെ വന്നിട്ട് താരെന്ന് പറയാൻ പറ്റില്ല, ഒരു പൊടി പോലുള്ള തലയിൽ ഇവിടെ അതിൽ ഞാൻ കാണുന്നത്. ഒരു കൈയും കണക്കില്ല പറയാം, അമ്മാതിരി താരന. നമുക്ക് തുടങ്ങില്ല നമ്മുടെ ഫസ്റ്റ് തന്നെ യുദ്ധം. എവിടുന്ന് തുടങ്ങണം എനിക്കറിയില്ല ഗൈസ്, ഒരു പിടുത്തവുമില്ലാതെ. ഇതിപ്പോൾ ഏതാ തിരുമ്പിയത് ഏതാ അതൊന്നും മനസ്സിലാവുന്നില്ല. ഒരു കാര്യം ചെയ്യാം, ഈ തലോണ ഇതിലേക്ക് കയറ്റാം. ഇതിപ്പോൾ വാഷ് ചെയ്ത് മാറ്റി വെച്ച പില്ലോ ആണ്. അപ്പോൾ നമുക്ക് തലോണ കവറിട്ട് കൊടുക്കാം. അയ്യോ, അതിവിടെ കൈ ഇങ്ങനെ ഉള്ളതായി. എന്തൊരു കാണാന്നറിയോ ഈ സാധനമൊക്കെ. ഇപ്പോൾ സമ്മറല്ലേ, ഇത് യൂസ് ചെയ്യണോ രാത്രി? ഇത് പിന്നെ മടക്കാം. ഇത് മടക്കി ശരിയാവില്ല. ബാക്കി നമ്മുടെ ക്ലോത്ത്സ്. ഗൈസ്, ഇതാണ് എൻ്റെ റൂമിൻ്റെ കോലം. ഇതിപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് പറക്കിട്ടതാണ്. ഇതാണ് എൻ്റെ റൂമിൻ്റെ കോലം. എത്ര നല്ല വൃത്തിയുള്ള റൂമാണ് അല്ലേ. ഇതൊക്കെ ഞാൻ വൃത്തിയാക്കിയിട്ട് ഞാൻ കാണിച്ചിരുന്നതായിരിക്കും. ഞാൻ ഉച്ചത്തെ ചോറുണ്ണാൻ പോവുകയാണ്. അപ്പോൾ ഓവനിൽ ചൂടാക്കാൻ വെച്ചിരിക്കാം ചോറും കറികളെല്ലാതും. അച്ഛനും അമ്മയും അവിടെ കിടക്കുന്നു. അമ്മ ഒരു സൈഡ്, അച്ഛനവിടെ സൈഡ് ന്യൂസ് കണ്ടിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ച്. ചോറ് മത്തിക്കറി, പയറും ഉരുളൻകിഴങ്ങും, പിന്നെ മീനച്ചാർ, പിന്നെ ചെമ്മീൻ വറുത്തതും കുറച്ച് സാലഡും. യെസ് ഗായ്സ്, യെസ്. അപ്പം ഞാൻ ബാക്ക് ടു ഡ്യൂട്ടിയിലോട്ട് വന്നു. ഫുഡ് കഴിച്ചു. ഇനി തിരിച്ച് നമുക്ക്
ബാക്കി നമ്മുടെ പണി ചെയ്യണം. ഫുഡ് കഴിച്ചപ്പോൾ ഒരു ഓറഞ്ച് എടുത്ത് വന്നിട്ടുണ്ട് കഴിക്കാൻ. ഓറഞ്ച് വെറുതെ. അപ്പം ഞാൻ ബാക്കി പണി ചെയ്യട്ടെ. ഓക്കെ, ഫൈനലി സെറ്റ്. ഫുൾ റൂം ഞാൻ ക്ലീനാക്കി. ഒന്നും പറയാനില്ല. ഫുള്ള് ഇങ്ങനെയാണ്. അമ്മേ, തുണിയൊക്കെ മടക്കി വെച്ചു. എവരിത്തിങ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എല്ലാതും ഇത് കുറച്ച് ടൈറ്റാണ്. ഓക്കെ, എവരിത്തിങ് ഇസ് ഡൺ. ഇവിടെ ഇതാ ജാക്കറ്റ്സുകളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. നെവൽ സോക്സ്. ഇത് പിന്നെ ലോണ്ട്രി. ഇത് പിന്നെ യൂസ് ചെയ്യാത്ത ഡ്രസ്സുകൾ ഞാൻ ഇതിലേക്ക് കയറ്റി. ഓൾ സെറ്റ്. യെസ്, ഇപ്പോൾ സമയം 2:30 കഴിഞ്ഞു. ഒരു വലിയൊരു തന്നെ കഴിഞ്ഞു പണി. നമുക്ക് നമ്മുടെ റൂം തന്നെ വൃത്തിയിലായതുകൊണ്ടല്ലോ വല്ലാത്തൊരു സുഖം തന്നെയുണ്ട് സത്യം പറയാന്ന് വെച്ചാൽ. അപ്പോൾ അതങ്ങനെ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ തലയിൽ ഓയിൽ ഇട്ടിട്ടൊന്ന് മസാജ് സംഭവമൊക്കെ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഫേസ് പാക്ക് ഇടണം. പിന്നെ കുറച്ച് നേരം മെയിൽ ചെക്ക് ചെയ്യണം. അടുത്ത ആഴ്ചേൻ്റെ ഷെഡ്യൂൾ വന്നിട്ടുണ്ടോ നോക്കണം. വർക്കിൻ്റെ ഷെഡ്യൂളും അപ്പോൾ അതൊക്കെ നോക്കണം. പക്ഷെ കുറച്ച് ജോലിക്ക് അപ്ലൈ ചെയ്യണം ഓൺലൈനിൽ. യെസ്, അപ്പം ഞാനിനി കുളിക്കാൻ പോവാണ്. അപ്പോൾ കുറച്ച് എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞു. എന്നിപ്പോൾ ഞാൻ പോയിട്ട് കുളിക്കട്ടെ. അപ്പോൾ എണ്ണ ചൂടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫേസിലിട്ടുള്ള പാക്കും എടുത്തിട്ടുണ്ട്. അത് ഒന്നുമില്ല, കാപ്പിപ്പൊടിയും തൈരും മാത്രമേ എടുത്തിട്ടുള്ളൂ. അതൊരു പാക്ക് ഇടണം ഫേസിൽ. അത് കഴിഞ്ഞ് എനിക്ക് 7 മണിക്ക് ഇന്ന് ഡ്രൈവിംഗ് ക്ലാസ് ഉണ്ട്. ഫസ്റ്റ് ഡ്രൈവിംഗ് ക്ലാസ്. ഞാൻ പറഞ്ഞു എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇവിടെ G1 പാസ്സായി. അപ്പോൾ G1 പാസ്സായിട്ട് ഫസ്റ്റത്തെ എന്താ പറയുക, ഞാൻ ഡ്രൈവിങ് പഠിക്കാൻ പോവുകയാണ് കാനഡയിൽ. ആദ്യമായിട്ട് ഞാൻ കാനഡയിൽ വണ്ടി ഓടിക്കാൻ പോവുകയാണ്, അങ്ങനെ അറിയാമല്ലോ. യെസ്, ഞാൻ ആദ്യമായിട്ട് കാനഡയിൽ വണ്ടി ഓടിക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ അത് 7 മണിക്കാണ് ക്ലാസ്. അപ്പോൾ അപ്പോഴേക്കും കുളിച്ച് റെഡിയായി സെറ്റായിട്ടിരിക്കണം. അവരിവിടെ വന്ന് പിക്ക് ചെയ്യുക നമ്മൾ തന്നെ. നമ്മുടെ വീട്ടിൽ വന്നിട്ട് പിക്ക് ചെയ്യും, അതുപോലെ വന്ന് സെയിം ഡ്രോപ്പും ചെയ്യും. അപ്പോൾ 7 മണിക്ക് കൃത്യമായിട്ട് റെഡി ആയിട്ടിരിക്കണം. അപ്പം ഞാൻ പോയിട്ട് കുളിക്കട്ടെ. ഓക്കെ, യെസ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ഐറ്റംസ്. ഇത് ഫേസ് പാക്ക്, തല വയ്ക്കാനുള്ള എണ്ണ. യെസ്, അപ്പോൾ നല്ലവണ്ണം ഫേസിലും നെക്കിലും കയ്യിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലവണ്ണം ഒന്ന് ഉണങ്ങട്ടെ, അതൊക്കെ വെയിറ്റ് ചെയ്യാം. അതുവരെ ഈ ചെയറിൽ മാത്രം ഇരുന്നിട്ട് എല്ലാതും ചെയ്യാം. യെസ്, അപ്പോൾ അത്യാവശ്യം പാക്ക് ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ വേഗം പോയിട്ട് കുളിച്ചിട്ട് വരാം. യെസ്, അപ്പോൾ അങ്ങനെ ഡ്രൈവിംഗ് ക്ലാസ് കഴിഞ്ഞ് ഞാൻ വന്നു. എന്നിട്ട് കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഏതാണ് കോളേജിൽ കൊണ്ടുപോയ വീഡിയോസും അങ്ങനെ കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനുണ്ടായിരുന്നു. ഇനിയിപ്പോൾ 3 ദിവസം വർക്കാണ്. വെള്ളി, ശനി, ഞായർ കൂടെ ഞായറാഴ്ച ഒരു ബർത്ത്ഡേ സെലിബ്രേഷനും കൂടി ഉണ്ട്. അപ്പോൾ അങ്ങനെ വൈകുന്നേരം കുറച്ച് തിരക്കായിരുന്നു. ഇനിയിപ്പോൾ സമയം 10:30 കിടക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ബൈ.